Konnichiwa. Japan Diaries by Chee Chaയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു ജാപ്പനീസ് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ചിക്കൻ കരാഗെ. കരാഗെ എന്ന് വെച്ചാൽ ജപ്പാനിൽ ഡീപ് ഫ്രൈ ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ കരാഗെ എന്ന് പറയും. പക്ഷെ കരാഗെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ചിക്കൻ കരാഗെ ആയിരിക്കും. ചിക്കൻ കരാഗെ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര പോപ്പുലറും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അപ്പം കരാഗെ കൂടുതലായിട്ട് കിട്ടുന്നത് ഇവിടുത്തെ ഇസക്കായയിലാണ്. ഇസക്കായ എന്ന് പറയുന്നത് ജാപ്പനീസ് ബാറാണ്. അവിടെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കഴിക്കാനും കുടിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അവിടുത്തെ ഒരു മോസ്റ്റ് ഫേമസ് ആൻഡ് എപ്പോഴും കിട്ടുന്ന ഒരു ഡിഷാണ് കരാഗെ. അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ കരാഗെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ബോൺലെസ് ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ ജിഞ്ചർ ഗാർലിക് ഗ്രേറ്റ് ചെയ്തത്. ഇതിൽ ഗാർലിക്ക് ഒരല്ലിയും ജിഞ്ചർ ഒരു കുറച്ച് ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത്, അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സോയ് സോസ്, ഒരു 2.5 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ സോയ് സോസ്. പിന്നെ ഇത് കോൺ സ്റ്റാർച്ച്. പിന്നെ ഇത് കുക്കിംഗ് സാക്കയാണ്. സാക്കെ എന്ന് പറയുന്നത് ജാപ്പനീസ് റൈസ് വൈനാണ്. അത് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കും, പിന്നെ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പം കുക്കിംഗ് സാക്കയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കുക്കിംഗ് സാക്കയ്ക്ക് പകരമായിട്ട് നമുക്ക് ബിയറോ വൈനോ വിനെഗറോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എന്തിനാണ് ഈ കുക്കിംഗ് സാക്ക യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് 4 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ കുക്കിംഗ് സാക്കയിൽ ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ട്. അതൊരു ഉമാമി ടേസ്റ്റ് നൽകും ഫുഡിന്. പിന്നെ ഇത് ചെറിയൊരു സ്വീറ്റ്നെസ് നൽകും. പിന്നെ അതുകൂടാതെ സോയ് സോസിനെ കുറച്ചൊന്ന് ഡൈല്യൂട്ട് ആക്കും, ഒരുപാട് സോൾട്ടി ആകാതെ. പിന്നെ അതും കൂടാതെ ഇതിന് ഒരു യുണീക്ക് റൈസ് ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ചിക്കന് ഒരു യുണീക്ക് റൈസ് ഫ്ലേവർ നൽകും. പിന്നെ വേണ്ടത് കുറച്ച് സോൾട്ട്, പെപ്പർ, ഷുഗർ. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയ് സോസ്, അതിനുശേഷം കുക്കിംഗ് സാക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത്രയും കുരുമുളക് പൊടി, പിന്നെ ഒരു ലേശം ഷുഗർ. അപ്പം നമ്മുടെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ബൗളിനകത്തിട്ടും നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ജാപ്പനീസ് വീട്ടമ്മമാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ബൗളിലെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്താലും മതി. നമ്മൾ ജാപ്പനീസ് വിഭവമല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് ജാപ്പനീസ് വീട്ടമ്മമാരുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ഈ സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ക്യാബേജ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. നല്ല മാരിനേറ്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിനി ഓരോ ചിക്കൻ പീസ് ആയിട്ട് എടുത്ത് ഈ കോൺ സ്റ്റാർച്ചിൽ ഡിപ്പ് ചെയ്തെടുത്ത് വെക്കുക. ആക്ച്വലി കോൺ സ്റ്റാർച്ചിന് പകരം ഓൾ പർപ്പസ് ഫ്ലോറോ അല്ലെങ്കിൽ പൊട്ടറ്റോ സ്റ്റാർച്ചോ ഒക്കെ യൂസ് ചെയ്യാനാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ഏറ്റവും ടേസ്റ്റി ആയിട്ട് പറയപ്പെടുന്നത് പൊട്ടറ്റോ സ്റ്റാർച്ചാണ്. നമ്മളിപ്പോൾ ഇവിടെ കോൺ സ്റ്റാർച്ചാണ് എടുത്തിരിക്കുന്നത്. ഈ നാട്ടിലൊക്കെ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരിക്കും അവൈലബിൾ, അപ്പോൾ അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ കനോല ഓയിലാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ എണ്ണ ഒന്നിരുന്ന് ചൂടാവട്ടെ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചിക്കൻ പീസിന് ഇട്ട് കൊടുക്കാം. ഒരുപാട് ക്രൗഡഡ് ആയിട്ടിടല്ല. അപ്പോൾ ഓയിലിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇത് ആക്ച്വലി 2 തവണയാണ് ഫ്രൈ ചെയ്യേണ്ടത്. ആദ്യത്തെ തവണ ഒന്ന് ഡീപ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒന്നുകൂടെ ഫ്രൈ ചെയ്യും. ആദ്യത്തെ നമ്മൾ വറുത്ത് കോരി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ട്രിപ്പിൽ ഇടാം. രണ്ടാമതിട്ടതും ഏകദേശം 90 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുവേ. അപ്പോൾ നമ്മൾ എല്ലാം ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഏകദേശം ഒരു 90 സെക്കൻഡ്സ് ആണ് എല്ലാം ഫ്രൈ ചെയ്തത്. ഇനി നമ്മൾ രണ്ടാമത് ഒന്നുകൂടി ഫ്രൈ ചെയ്യാൻ പോവുക. അതൊരു 30 to 40 സെക്കൻഡ്സ് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നുകൂടി കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സെക്കൻഡ് ടൈം ജസ്റ്റ് ഒരു 30 to 40 സെക്കൻഡ്സ് കുറച്ച് ഹൈ ഫ്ലെയിമിലൊന്ന് ചെയ്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ബ്രൗൺ കളറും കൂടെ കിട്ടും, അതിനും കൂടെ വേണ്ടിയിട്ടാണ്. എല്ലാം നമ്മൾ 2 തവണ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതൊരു ഓപ്ഷനാണ്, പക്ഷെ നല്ലതാണ്. ബീൻസ് ജസ്റ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യാനും പിന്നെ ഇത് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഓൾറെഡി ക്യാബേജ് അരിഞ്ഞ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ക്രഞ്ചിയാണ്, കണ്ടോ? പാത്രത്തിൽ ഇടുമ്പോൾ തന്നെ നമുക്കറിയാം. നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ടിരിക്കണം കരാഗെ. അപ്പോഴാണ് ആ കടിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഡിഷാണ് കരാഗെ. അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചത്. പിന്നെ ഒരു ലെമണും കൂടെ കട്ട് ചെയ്ത് വെക്കാൻ നല്ലതാണ്. ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് ഇത് കഴിക്കാൻ ആക്ച്വലി നല്ല ടേസ്റ്റാണ്. ഇത് മയണൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മയണൈസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കരാഗെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ലെമൺ എടുത്ത് സ്ക്യൂസ് ചെയ്തൊന്ന് ഒഴിച്ചിട്ട് ആണ് നമ്മളിത് കഴിക്കേണ്ടത്. മയണൈസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ക്യാബേജും ഈ ബീൻസും ഒക്കെ കൂടെ കഴിക്കുക. ഇവിടെ എല്ലാവരും ബിയറിൻ്റെ കൂടെ ആൽക്കഹോളിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാറുണ്ട്. അപ്പം നാട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. ക്യാമറമാൻ അനുവേട്ടനോടൊപ്പം അഖില. ഒഷി എന്ന് വെച്ചാൽ ജാപ്പനീസിൽ ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.